നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ധനുഷേട്ടൻ വന്നിട്ടുണ്ട്, വലിയ വണ്ടിയായിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് രാവിലെ ഞങ്ങൾ ഷാർജയിൽ നിന്ന് എഡിൻബ്രയിലേക്കുള്ള യാത്ര തുടങ്ങിയായി. രാവിലെ ധനുഷേട്ടൻ വന്നതാണ്ട് ഞങ്ങളെ പിക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. നന്ദൂട്ടി ബാക്കിലുണ്ട്, ദിവ്യയും കൊച്ചും അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. ദുബായ് ടെർമിനൽ 1-ൽ നിന്ന് പാരീസിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്. എനിക്ക് തോന്നുന്നു എഡിൻബ്രയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു. എനിവേ, എന്തായാലും നമ്മളുടെ കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇവിടുന്ന് പാരീസിൽ ചെന്നിട്ട് അവിടെ ഒരു 4 മണിക്കൂർ 50 മിനിറ്റ് ലേ ഓവർ ഉണ്ട്. നമ്മളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റൊക്കെ ഉള്ളൂ എയർപോർട്ടിൽ പോകാൻ. പക്ഷേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. നമ്മൾ ലേറ്റ് ആയിട്ടില്ല. നമ്മൾ കറക്റ്റ് 8 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഇപ്പോൾ സമയം 7:46. എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിനാണ് വരുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സമയം കറക്റ്റ് 11 മണിയായി. രാവിലത്തെ ഫ്ലൈറ്റിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. നാളെ രാവിലത്തെ ഫ്ലൈറ്റിലേ ഇനി പോകാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറയാം. നമ്മൾ എയർലൈന് മാറിയിട്ടുണ്ട്. നമ്മൾ ഇനി പോകുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. അത് എമിറേറ്റ്സിലാണ്. അപ്പോൾ ധനുഷേട്ടൻ വന്ന് ഞങ്ങളെ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ. നമസ്കാരം. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ്. താഴെ ധനുഷേട്ടൻ വന്നിട്ടുണ്ട്. ബാ, നമുക്ക് അങ്ങോട്ട് പോ. ദിവ്യ വാ, ഇറങ്ങ. നമ്മളിന്നലെ എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ യാത്ര എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രത്യേകം വീഡിയോ ചെയ്യും. ഇന്നലെ യാത്ര ചെയ്യേണ്ടിയിരുന്നത് എയർ ഫ്രാൻസിലായിരുന്നു. ഇന്നിപ്പം നമ്മൾ എയർലൈൻസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ 4:30-ക്കാണ് ചെക്ക് ഇൻ പറഞ്ഞിട്ടുള്ളത്. 7:30-ക്ക് ഇവിടുന്ന് പോവും. ഇന്നലെ നമ്മൾ പോകേണ്ടിയിരുന്നത് എഡിൻബ്രയിലേക്കായിരുന്നു. ഇന്നിപ്പം നമ്മൾ പോകുന്നത് ഗ്ലാസ്ഗോ. നിങ്ങളൊരു തീരുമാനത്തിലെത്തി. പറയുന്ന സ്ഥലത്തേക്ക് ഗ്ലാസ്ഗോയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരിച്ചും അവിടുന്ന് തന്നെയാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഹാപ്പി ജേർണി. താങ്ക് യു. 4:36 നമുക്കിപ്പോൾ ചെക്കിങ്ങിനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് പിന്നെ ഇതിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ കയറിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ആദ്യകുട്ടന് ഒരു പെട്ടി ചുമന്നുകൊണ്ട് പോവുക. സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എ ഗേറ്റ്സിലേക്ക്. നമുക്ക് A13 ഇനി അടുത്തത് ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. ട്രെയിൻ ജേണി കഴിഞ്ഞു. നേരെ നോക്കിപ്പോ. ആ ലിഫ്റ്റ് ഫുള്ളായി. ഇത് വലിയ ലിഫ്റ്റാണ്. ഒരു റൂമിൻ്റെ അത്രയുണ്ട്. ഫുഡ് കഴിക്കാം. ഫുഡില്ല. നോ ഫുഡ്. സത്യം, നോ ഫുഡ്. ഇവിടെയൊക്കെ അതല്ലാതെ ഒരു കൂരിരുട്ടാണല്ലോ. നമുക്ക് എങ്ങനെ A12, നമുക്ക് A13 അല്ലേ? നമ്മളിപ്പോൾ പോകുന്നത് മർഹബ ലോഞ്ചിലേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് നമ്പർ 13 A13 അവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ട് മർഹബ ലോഞ്ച്.
അത് അവിടെ ചെന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരും. ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് A380. യെസ്. അങ്ങനെ ഞങ്ങളിവിടെ UAE ടൈം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് ആദ്യക്കുട്ടൻ ഉറങ്ങി, നന്ദൂട്ടിയും ഇവരുമൊക്കെ ഇവിടെ എല്ലാം സെറ്റാവുന്നു. നമ്മൾ കുറച്ച് പിന്നെ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ലാപ്ടോപ്പ് എടുത്ത് മടി വെച്ചിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം. നമുക്ക് 7 മണിക്കൂർ 45 മിനിറ്റുമാണ് അവിടം വരെ പോകാനുള്ളത്. പിന്നെ 5000 സംതിങ് കിലോമീറ്ററോളം യാത്രയുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. സ്റ്റേ ട്യൂൺ. തണുപ്പെങ്ങനെയുണ്ട്? ആദ്യക്കുട്ട തണുപ്പ് എങ്ങനെയുണ്ട്? അയ്യോ, ഇതെന്തോന്നത്, നിഞ്ചയോ? അങ്ങനെ നീണ്ട 8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ UK ഗ്ലാസ്ഗോ എന്ന് പറയുന്ന എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ എഡിൻബ്രയിലേക്കായിരുന്നു നമ്മൾ വരേണ്ടിയിരുന്നത്. എന്നാൽ ചില ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് അവിടേക്ക് പോവാതെ നേരെ ഗ്ലാസ്ഗോയിലേക്ക് ലാൻഡ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഏറ്റവും അവസാനം ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും, എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് വരേണ്ടിയിരുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ആദ്യം തന്നെ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല യാത്ര പോകുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ വീഡിയോ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഗ്ലാസ്ഗോയിൽ വന്ന ആ ഒരു നിമിഷം മുതൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ എമിഗ്രേഷൻ ഓഫീസർമാരാകട്ടെ എല്ലാവരും നമ്മളെ ഇവിടെ നല്ല രീതിയിലാണ് വെൽക്കം ചെയ്തത്. പിന്നെ ഇവിടുത്തെ ആ ഒരു വന്നിറങ്ങിയ സമയം മുതൽ നമ്മൾ ഇവിടുത്തെ ആ ഒരു ജീവിത രീതിയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നമ്മുടെ ദുബായ് പോലെയല്ല. ഇവിടുത്തെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഏകദേശം 1-2 ഓവർകോട്ടോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാര്യം കുശാൽ. എന്നും പല പല കളറിലുള്ള ഡ്രസ്സൊന്നും ഇട്ട് ഒരുപാട് ഷോപ്പിംഗ് നടത്തി പൈസ കളയേണ്ട ആവശ്യമില്ല. ഒരു സമയത്ത് മാത്രം ഇതുപോലുള്ളൊരു സാധനം മേടിക്കുക, പിന്നെ കാര്യം ഓക്കെ. ഇവിടുത്തെ വെതർ അത്യാവശ്യം ഈ ഒരു സമയത്ത് നല്ല തണുപ്പാണ്. ഏകദേശം ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6 മുതൽ 8 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. വൈകുന്നേരം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലെ വന്നപ്പോഴത്തേന് കുറച്ച് തണുപ്പ് നമുക്ക് കുറവുള്ളത് പോലെ തോന്നി. ചിലപ്പോൾ അത് നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അഡാപ്റ്റ് ആയതായിരിക്കാം. പക്ഷേ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ നിമിഷം മുതൽ നമുക്ക് ഇങ്ങനെ ഒരു കോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റിൻ്റെയോ സഹായത്തോടെ മാത്രമേ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. മുഖം ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ കവർ ചെയ്ത് വെക്കണം. എസ്പെഷ്യലി നമ്മൾ ചൂടുള്ള രാജ്യത്തുനിന്ന് വരുന്ന, അല്ലെങ്കിൽ ദുബായ് പോലുള്ള സ്ഥലത്തു നിന്ന് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രശ്നമായിട്ട് തോന്നും ഇവിടെ. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ നോർമലി ഈ ഒരു എന്താ പറയുക, ഹുഡിയോ അങ്ങനെ ഒന്നും ഇടുന്നതായിട്ട് കണ്ടില്ല. ചില ആളുകളൊക്കെ ജസ്റ്റ് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ നമ്മളെ കൊണ്ട് എന്തായാലും ഒറ്റയടിക്ക് അത് പറ്റത്തില്ല. പിന്നെ എപ്പോഴും ചെറിയ ചാറ്റൽ മഴയാണ് ഇവിടെ ഉള്ളത്. വലിയ മഴയല്ല, ചെറിയ ചാറ്റൽ മഴ. ഒരു കുട പോലും ഉപയോഗിക്കേണ്ടാത്ത രീതിയിലുള്ള ചാറ്റൽ മഴയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു എക്സ്പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ വേറെ പുറത്തുനിന്ന് ഫുഡോ അങ്ങനെ ഒന്നും ഇവിടുന്ന് കഴിച്ചില്ല. ഇവിടുത്തെ ഫുഡിൻ്റെ രീതിയൊന്നും ഇതേവരെ മനസ്സിലായില്ല. കാര്യം നമ്മൾ ഇന്നലെ ഫ്ലൈറ്റിൽ വെച്ച് കഴിച്ച, ഫ്ലൈറ്റിലെ എമിറേറ്റ്സിലെ ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കോട്ടിഷുകാർക്ക് വേണ്ടിയുള്ളൊരു ഫുഡായിരുന്നു. പക്ഷേ അതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. നന്ദൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാൽ പോലും നമ്മൾ ഫുഡൊന്നും പുറത്ത് കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ എക്സ്പെൻസ് അറിയില്ല. പക്ഷേ വലിയൊരു എക്സ്പെൻസായിട്ട് തോന്നിയത് നമ്മൾ ഗ്ലാസ്ഗോ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നതിൻ്റെ ആ ഒരു ടാക്സി ഫെയറാണ്.
ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേനും നമുക്കൊരു 130 യൂറോളം ആയി. അത് ദിറംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. എന്തായാലും ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു റെൻ്റ് കാർ എടുക്കാൻ പോവുകയാണ്. അതിനിപ്പം എൻ്റെ കസിൻ സിസ്റ്റർ പുള്ളിക്കാരി നൈറ്റ് ഡ്യൂട്ടിയാണ്, പുള്ളിക്കാരി ഇപ്പോൾ വന്ന് കിടന്നുറങ്ങുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് ആളുകൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയി ഒരു വണ്ടി റെൻറ്റിന് എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടാക്സി ഫെയർ അത്യാവശ്യം ഉണ്ട് ഇവിടെ, നമ്മളത് വെറുതെ കളയുന്ന പോലെ ആവും. ഞാൻ എന്തായാലും ദുബായിലെ ഇൻ്റർനാഷണൽ ലൈസൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ദുബായ് ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാമെന്നാണ് കേട്ടത്. എനിവേ അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത ദിവസം വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജിത്ത് ആൻഡ് ദർശന സൈനിങ് ഓഫ്. ബൈ.